ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമുക്ക് പറയാനുള്ളത് നമ്മുടെ തുടക്കമാണ്. എന്താണ് ഓഡിറ്റിംഗ് എന്നുള്ള ജസ്റ്റ് മീനിങ് നോക്കാം, അതിൻ്റെ ചെറിയൊരു ഹിസ്റ്ററി നോക്കാം, അതുപോലെ തന്നെ വാട്ട് ആർ ദ ഡിഫറൻറ്റ് റീസൺ ഫോർ ഡെവലപ്മെൻറ്റ് ഫോർ എ പ്രൊഫഷണൽ ഓഡിറ്റും നോക്കാം. ഓക്കെ, ഫസ്റ്റ് അതിൻ്റെ ഹിസ്റ്ററി എന്താ നോക്കാം. നമ്മുടെ ഓഡിറ്റിൻ്റെ നമ്മളെല്ലാത്തിനും പറയുന്ന പോലെ തന്നെ നമ്മുടെ ഓഡിറ്റിംഗ് എന്ന വേർഡ് ഡിറൈവ് ചെയ്തിട്ടുള്ളത് ലാറ്റിൻ വേർഡായിട്ടുള്ള ഒഡേർ എന്നുള്ള വേർഡിൽ നിന്നാണ്. ഓക്കെ, ഒഡേർ വിച്ച് മീൻസ് ടു ഹിയർ എന്നുള്ള മീനിങ് ആണ് നമ്മുടെ ഒഡേർ എന്നുള്ള ലാറ്റിൻ വേർഡിൻ്റെ മീനിങ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, സോ ദ ഓഡിറ്റർ യൂസ് ടു ലിസൺ ദ അക്കൗണ്ട്സ് റീഡ് ഓവർ ആൻ അക്കൗണ്ടൻറ്റ് ഇൻ ഓർഡർ ടു ചെക്ക് ദം. ഓക്കെ, ഒരു അക്കൗണ്ടൻ്റ് ഉണ്ടാക്കിയിട്ടുള്ളത് കറക്റ്റ് ആണോ അല്ലേ എന്നുള്ളത് ഇയർ ചെയ്യാതെ ചെക്ക് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഓഡിറ്റ് എന്നുള്ള വേർഡിൻ്റെ മീനിങ് ആയിട്ട് ഉദ്ദേശിക്കുന്നത്, അഥവാ ഒഡേറിൻ്റെ മീനിങ് ആയിട്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ദ ഓഡിറ്റിംഗ് ഈസ് എ ഓൾഡ് അക്കൗണ്ടിങ് ആൻഡ് ഇറ്റ് വാസ് ഇൻ ദ യൂസ് ഇൻ ഓൾ ആൻഷ്യൻറ്റ് കൺട്രീസ് സച്ച് ആസ് മെസോപ്പൊട്ടാമിയ ആൻഡ് ഗ്രീസ്, ഈജിപ്റ്റ്, റോം ആൻഡ് UK ആൻഡ് ഇന്ത്യ ഓൾസോ. Okay, so the Vedas contain reference to accountants and auditing. ഓക്കെ, നമ്മുടെ ഹിസ്റ്ററി ഓഫ് ഒറിജിനിലാണ് നമ്മുടെ ഇന്ത്യയിലും അതുപോലെ കുറേ രാഷ്ട്രങ്ങളിലൊക്കെ നമ്മുടെ ഓഡിറ്റിംഗ് എന്നുള്ള ടേം യൂസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ആ മെത്തേഡ് യൂസ് ചെയ്യുന്നുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കാം. ജസ്റ്റ് അതിൻ്റെ മീനിങ് എന്താ നോക്കാം. ഓഡിറ്റിങ്ങിൻ്റെ ജസ്റ്റ് ചെറിയൊരു മീനിങ് എന്താ നോക്കാം. ഓഡിറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, ഇറ്റ് ഈസ് എ സിസ്റ്റമാറ്റിക് എക്സാമിനേഷൻ ഓഫ് അക്കൗണ്ടിങ് റെക്കോർഡ്സ് ടു വെരിഫൈ ദ ഒതൻറ്റിസിറ്റി ആൻഡ് അക്യുറസി ഓഫ് ദ ട്രാൻസാക്ഷൻ ആണ് നമ്മുടെ ഓഡിറ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്ന് വെച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഫേമത്തെ ബുക്സ് ഓഫ് അക്കൗണ്ട് ചെയ്തിട്ടുള്ളതെന്ന് കറക്റ്റാണോ എന്ന് സിസ്റ്റമാറ്റിക്കാക്കി വെരിഫൈ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഓഡിറ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അതിന് ചെറിയൊരു ഡെഫിനിഷൻ ഉണ്ട് പറയുന്നത്. ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക. ഡെഫിനിഷൻ എന്താണെന്നൊന്നും ഇപ്പോൾ ഞാൻ പറയുന്നില്ല, ജസ്റ്റ് ഒന്ന് നോക്കുക. എക്സാമിനേഷൻ ഓഫ് അക്കൗണ്ടിങ് റെക്കോർഡ്സ് ടു അണ്ടർടേക്കൻ വിത്ത് വ്യൂ ഓഫ് എസ്റ്റാബ്ലിഷിംഗ് whether they correctly and completely reflect and the transaction to which they purport to relate. ഓക്കെ, എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് ഡെഫിനിഷനായും പറയുന്നത് നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ട് സിസ്റ്റമാറ്റിക്കായിട്ട് റെക്കോർഡ് ചെയ്തിട്ടുള്ളത് സിസ്റ്റമാറ്റിക്കായിട്ട് ചെക്ക് ചെയ്യുക, അവർ ചെയ്തത് കറക്റ്റ് ആണോ എന്നുള്ളത് നോക്കുക എന്നുള്ളതാണ് നമ്മുടെ ഓഡിറ്റിങ്ങിൻ്റെ മീനിങ് ഡെഫിനിഷനായിട്ട് പറയുന്നത്. സോ ഓഡിറ്റിംഗ് സിംപ്ലി മീൻസ് ഇറ്റ് ഈസ് എ സിസ്റ്റമാറ്റിക് എക്സാമിനേഷൻ ഓഫ് അക്കൗണ്ടിങ് റെക്കോർഡ്സ് ടു വെരിഫൈ ദ ഒതൻറ്റിസിറ്റി ആൻഡ് അക്യുറസി ഓഫ് ദി ട്രാൻസാക്ഷൻസ്. അതാണ് നമ്മുടെ ഓഡിറ്റിങ്ങിൻ്റെ മീനിങ് ആയിട്ട് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം വാട്ട് ആർ ദ ഡിഫറൻറ്റ് റീസൺസ് ഫോർ ദ ഡെവലപ്മെൻറ്റ് ഓഫ് പ്രൊഫഷണൽ ഓഡിറ്റ്. ഒരു പ്രൊഫഷണൽ ഓഡിറ്റ് ഉണ്ടാവാനുള്ള എന്തൊക്കെ റീസൺസാണ് ഉള്ളത് എന്നുള്ളതാണ് നോക്കുന്നത്. കുറച്ച് റീസൺസ്, കുറച്ച് പോയിൻ്റ് റീസൺസ് പറയുന്നുണ്ട്. ഫസ്റ്റ് വൺ റീസണായിട്ട് പറഞ്ഞിട്ടുള്ളത് റിനൈസൻസ് ആണ്. Okay, so the Renaissance was a reaction against the feudal method of production and distribution. Okay, so as a result of Renaissance, money began to play a major role in the production, distribution, buying and selling. So the consequence of this, there are an ഇമ്പോർട്ടൻറ്റ് ട്രേഡ് ഇൻ ദി കൊമേഴ്സ്. ഓക്കെ, റിനൈസൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ നവോത്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ആദ്യ കാലങ്ങളിലൊക്കെ എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങുകയും അതേ സാധനം വാങ്ങുമ്പോൾ അതിന് പകരം വേറൊരു സാധനം നൽകിക്കാണ്ടുള്ള മെത്തേഡായിരുന്നു ട്രേഡും കാര്യങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. എന്നാൽ റിനൈസൻസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പുതിയ ട്രേഡ് വന്നു, അതിന് പകരം ക്യാഷ് സിസ്റ്റം വന്നു നമ്മുടെ പ്രൊഡക്ഷനിലും അതുപോലെ തന്നെ അതിൻ്റെ പ്രോസസ്സിലും അതുപോലെ ഡിസ്ട്രിബ്യൂഷൻ്റെ കേസിലൊക്കെ ക്യാഷ് സിസ്റ്റം വന്നു. ആ ക്യാഷ് സിസ്റ്റം വന്നപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, ബുക്സ് ഓഫ് അക്കൗണ്ട് കീപ്പ് ചെയ്യേണ്ടി വന്നു. അത് ഏതൊക്കെ രീതിയിലാണ് ക്യാഷ് ട്രാൻസാക്ട് ചെയ്തിട്ടുള്ളത് അതിനനുസരിച്ചുള്ള റെക്കോർഡ് ഉണ്ടാക്കേണ്ടി വന്നു. അതോട് കൂടിയിട്ട് ഏതും കൂടി നമ്മുടെ ഡെവലപ്മെൻറ്റ് വന്നു. നമ്മുടെ പ്രൊഫഷണൽ ഓഡിറ്റ് നിലവിൽ വരാൻ നമ്മുടെ റിനൈസൻസ് അഥവാ നമ്മുടെ നവോത്ഥാന കാര്യങ്ങൾ നമുക്ക് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്ന് പറയാൻ പറ്റും. ഓക്കെ, അതുപോലെ തന്നെ അടുത്ത പോയിൻ്റാണ് ഇൻട്രൊഡക്ഷൻ ഓഫ് ഡബിൾ എൻട്രി. ഓക്കെ, നമുക്കറിയാം നമ്മുടെ ബുക്ക് കീപ്പിങ്ങിൽ ഡബിൾ എൻട്രി സിസ്റ്റം കോൺട്രിബ്യൂട്ട് ചെയ്തത് 1494 നമ്മുടെ ഡബിൾ എൻട്രി സിസ്റ്റം വന്നിട്ടുള്ളത്. എവിടെയായിരുന്നു, വെനീസിലെ ഇറ്റലിയിലായിരുന്നു വന്നിട്ടുള്ളത്. ആരെ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത് ഡബിൾ എൻട്രി സിസ്റ്റം? ലൂക്ക പാസിയോളി എന്നുള്ള ആളാണെന്നാണ് എന്ത് ചെയ്തിട്ടുള്ളത്, അത് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത്. സോ ദിസ് സിസ്റ്റം ഓഫ് അക്കൗണ്ട് വാസ് ക്വൈറ്റ് capable of recording all kind of mercantile transactions. Okay, so the Pacioli gave a clear description of the art of double entry.
Okay, and he defined as describe the duties and responsibilities of an auditor. Okay, നമ്മുടെ ഡബിൾ എൻട്രി സിസ്റ്റം വന്നതോട് കൂടിയിട്ട് എന്തുണ്ട്, അവിടെ ബുക്സ് ഓഫ് അക്കൗണ്ട് കീപ്പ് ചെയ്യേണ്ടത് എങ്ങനെയെന്നും അതുപോലെ തന്നെ ഒരു ഓഡിറ്റർ ആയാലും അവരുടെ ഡ്യൂട്ടീസ് എന്തൊക്കെയെന്നൊക്കെ വന്നതോട് കൂടിയിട്ട് നമ്മുടെ ഡബിൾ എൻട്രിയുടെ എൻട്രീസിനോട് കൂടിയിട്ട് എന്ത് വന്നു, ഓഡിറ്റിങ്ങിന് ഒരു പ്രൊഫഷണൽ ഓഡിറ്റ് തുടക്കാവാനുള്ള ഒരു ഡെവലപ്മെൻറ്റിലുള്ള ഒരു റീസണായിട്ട് മാറി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അതുപോലെ തന്നെ ഒരു പോയിൻ്റാണ് ഇൻഡസ്ട്രിയൽ റിവല്യൂഷൻ. ഇൻഡസ്ട്രിയൽ റിവല്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, it is the 18th century resulted in the development of large scale production and increased the number of joint stock companies, other railways and banking and insurance. With the government regulations of these institutions, the need for independent auditors arises. Okay, industrial revolutionന്റെ ഭാഗമായിട്ട് നമ്മുടെ ഇൻഡസ്ട്രീസ് വരുന്നത് കുറേ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി, അതുപോലെ ബാങ്കിങ് കമ്പനീസ്, റെയിൽവേസ്, അങ്ങനെ പുതുതായിട്ട് കുറേ ഐറ്റം വന്നിട്ടുണ്ട്, ഇൻഡസ്ട്രീസിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുണ്ട്. ആ ഇൻഡസ്ട്രീസൊക്കെ എന്ത് ചെയ്യണം, ബുക്സ് ഓഫ് അക്കൗണ്ട് കീപ്പ് ചെയ്യണം. അതുപോലെ തന്നെ എന്ത് വേണം, ദ നീഡ് ഫോർ ഇൻഡിപെൻഡൻറ്റ് ഓഡിറ്റിംഗ് അറൈസസ്. ആ ബുക്സ് ഓഫ് അക്കൗണ്ട് കീപ്പ് ചെയ്യുന്നത് പോലെ തന്നെ അവരുടെ ഒരു ഇൻഡിപെൻഡൻറ്റ് ഓഡിറ്റിംഗ് അത്യാവശ്യമായിട്ട് വന്നു. അതൊരു നമ്മുടെ ഓഡിറ്റിങ്ങിൻ്റെ ഒരു ഡെവലപ്മെൻറ്റിനുള്ള റീസണായിട്ട് മാറി എന്നാണ് പറഞ്ഞിട്ടുള്ളത് നമ്മുടെ ഇൻഡസ്ട്രിയൽ റിവല്യൂഷൻ. ഓക്കെ, അടുത്തത് ഇൻട്രൊഡക്ഷൻ ഓഫ് സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ്. ഇൻട്രൊഡക്ഷൻ ഓഫ് സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റിംഗിൽ പറയുന്നത്, ദ കമ്പനീസ് ആക്ട് 1913 മെയ്ഡ് ഫോർ ഓഡിറ്റ് ഓഫ് എ കമ്പനി അക്കൗണ്ട്സ് ഈസ് കമ്പൾസറി. ഓക്കെ, സോ ദ ഓഡിറ്റ് പ്രൊഫഷൻ ഡെവലപ്പ് ഇറ്റ്സ് ഓൺ സ്റ്റാൻഡേർഡ് ഓഫ് എഡ്യൂക്കേറ്റിംഗ് ദർ ട്രെയിനിങ്, പ്രൊഫഷണൽ എക്സ്പെർട്ടൈസ്, എത്തിക്സ് ആൻഡ് ഡിസിപ്ലിൻ. ഓക്കെ, സോ ദ കമ്പനീസ് ആക്ട് പ്രൊവൈഡ് ഗൈഡ്ലൈൻസ് ഫോർ ദ ഡെവലപ്മെൻറ്റ് ഓഫ് സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ്. ഓക്കെ, നമുക്കറിയാം കമ്പനീസ് ആക്ടിൽ പറയുന്നുണ്ട് ഓരോ കമ്പനീസ് ചെയ്യും ഒരു ബുക്സ് ഓഫ് അക്കൗണ്ട് ഉണ്ടാക്കുമ്പോഴും അതെന്ത് ചെയ്യണം, മസ്റ്റായിട്ട് സ്റ്റാറ്റ്യൂട്ടറി ആയിട്ട് എന്തായാലും സ്റ്റാറ്റ്യൂട്ടിൻ്റെ ഭാഗമായിട്ട് ആ ബുക്സ് ഓഫ് അക്കൗണ്ട് ഓഡിറ്റ് ചെയ്യണം എന്നുള്ളൊരു കമ്പൽസറി നിയമം, റൂൾസ് ആൻഡ് ഗൈഡ് ലൈൻസ് വന്നപ്പം നമ്മുടെ ഏതൊരു ഡെവലപ്മെൻറ്റ് ഉണ്ടായി, നമ്മുടെ ഓഡിറ്റ് പ്രൊഫഷണൽ ഓഡിറ്റ് അവിടെ ഒറിജിൻ ചെയ്തു എന്നും പറയാം. അതുപോലെ തന്നെ നമ്മുടെ കമ്പനീസ് ആക്ട് 1956 പറയുന്നത് തന്നെയാണ്, ഇറ്റ് എയിം ഫോർ എനി ഇൻഡിപെൻഡൻറ്റ് പ്രൊഫഷണൽ വിത്ത് പ്രോപ്പർ ക്വാളിഫിക്കേഷൻ ആൻഡ് ആർ അപ്പോയിൻറ്റഡ് ആസ് എ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റർ ഓഫ് ദ കമ്പനീസ്. ഓക്കെ, സോ ദ ആക്ട് സ്പെസിഫൈ ദാറ്റ് എനി ഇൻഡിപെൻഡൻറ്റ് പ്രൊഫഷണൽ വിത്ത് റിക്വസിറ്റ് എ ക്വാളിഫൈഡ് ഓർ ക്വാളിഫിക്കേഷൻ ആസ് ആർ അപ്പോയിൻറ്റഡ് ആസ് എ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റർ ഓഫ് ദ കമ്പനി. ഒരു കമ്പനിയിൽ 1956 കമ്പനീസ് ആക്ട് പറയുന്നത് കമ്പനിയുടെ ബുക്സ് ഓഫ് അക്കൗണ്ട് നോക്കാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്ററെ, ഒരു പ്രോപ്പർ ക്വാളിഫിക്കേഷനുള്ള ഒരു ഓഡിറ്ററെ അപ്പോയിൻറ്റ് ചെയ്തിട്ട് അവിടുത്തെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് വെരിഫൈ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊരു റീസണാണ് നമ്മുടെ ഓഡിറ്റിങ് പ്രൊഫഷണൽ ഓഡിറ്റ് ഡെവലപ്പ് ആകാനുള്ള. അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് ഓഫ് അക്കൗണ്ടിങ് പറയുന്നത്, അതുപോലെ തന്നെ എന്ത് പറയുന്നത്, ഇറ്റ് പ്രൊവൈഡ് എ ഡെവലപ്മെൻറ്റ് ഓഫ് ഓഡിറ്റിംഗ് ആക്ടിവിറ്റീസ്. ദേ പ്രൊവൈഡ് സം റൂൾസ് ആൻഡ് ഗൈഡ് ലൈൻസ് ഫോർ ദ ഡെവലപ്മെൻറ്റ് ഓഫ് ഓഡിറ്റിംഗ് ആക്ടിവിറ്റി. ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് ബോർഡൊക്കെ കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പറയുന്നുണ്ട് ഓഡിറ്റിംഗ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതൊക്കെ. അപ്പോൾ അതൊക്കെ അനുസരിച്ച് എല്ലാ കമ്പനീസ് എന്ത് ചെയ്യേണ്ടി വരും, ഓഡിറ്റ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വരും. അതുപോലെ അതുവഴി നമ്മുടെ റീസണായിട്ട് നമ്മുടെ ഡെവലപ്മെൻറ്റ് പ്രൊഫഷണൽ ഓഡിറ്റിൻ്റെ റീസണായിട്ട് അത് പറയുന്നുണ്ട്. അതുപോലെ തന്നെ കോർട്ട് ജഡ്ജ്മെൻറ്റ്. Various court help to grant various accounting norms and auditing practices. Okay, so the various court judgment have made it easier to sue the auditor. So they have to also help to establish the generally accepted accounting principles and auditing standard and liabilities of an auditor for third parties. Okay, third parties വന്ന് നമ്മുടെ കോർട്ടിലൊക്കെ ചെയ്യുമ്പോൾ അവിടെ നിന്ന് കൂടുതൽ എന്ത് ചെയ്യുന്നുണ്ട്, കോർട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. വേരിയസ് അക്കൗണ്ടിങ് നോംസും പ്രാക്ടീസസും എടുക്കാൻ വേണ്ടിയിട്ട് കോർട്ടിൻ്റെ ഒരു ജഡ്ജ്മെൻറ്റ് ഉണ്ടാവുന്നുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു എന്താണ് കമ്പ്യൂട്ടർ അക്കൗണ്ടിങ്. കമ്പ്യൂട്ടർ അക്കൗണ്ടിങ് നമുക്കറിയാം എന്താണ്, ബുക്സ് ഓഫ് ട്രാൻസാക്ഷൻസ് നമ്മൾ കമ്പ്യൂട്ടർ വിത്ത് ഹെൽപ്പ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് യൂസ് ചെയ്തിട്ട് ചെയ്യുന്നത്. ഓക്കെ, സോ വിത്ത് ദ യൂസ് ഓഫ് കമ്പ്യൂട്ടർ അക്കൗണ്ടിങ് ഈവൻ ഈ സ്മോൾ ബിസിനസ് ഹൗസസ് ദ ഓഡിറ്റർ ആർ ഫോഴ്സ്ഡ് ടു ചേഞ്ച് their approach to auditing. So in computer accounting system, the transactions trail may be partly missing or may exist in the readable form only. Okay, so similarly the data may be entered directly into the computer system without the supporting document. Okay, so the only summary part of the data can be printed. Okay, so the computer programs is very stored in the computer may also subsequently unauthorized access and alterations.
Okay, so the auditor has a give to greater emphasis on the evolution of system, procedure and control of the analytical review than a detailed examination of transaction. അല്ലേ, കമ്പ്യൂട്ടർ അക്കൗണ്ടിങ്ങിൽ ചിലപ്പോൾ സപ്പോർട്ടിങ് ഡോക്യുമെൻറ്റ്സ് ഇല്ലാതെ ഡയറക്റ്റ് ആയിട്ട് ആ ഇൻഫർമേഷൻ എന്താണോ അത് ചെയ്യലാവും, അറ്റാച്ച് ചെയ്യലാവും. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പം അവിടെ എന്തെങ്കിലും മിസ് പ്രാക്ടീസ് നടന്നിട്ടുണ്ട്, എന്തെങ്കിലും ഫ്രോഡുലൻ്റ് ആക്ടിവിറ്റി നടന്നിട്ടുണ്ട്, നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല പെട്ടെന്ന് ആ ബുക്സ് നോക്കുമ്പോൾ, കമ്പ്യൂട്ടറൈസ്ഡ് നോക്കുമ്പോൾ. അപ്പോൾ എന്ത് ചെയ്യും, ഒരു ഓഡിറ്റിംഗ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ നിർത്തിയിട്ടുള്ളത് ആക്ടിവിറ്റീസ് കറക്റ്റായിട്ടാണോ എൻട്രി പോസ്റ്റ് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ കറക്റ്റായിട്ടാണോ റെക്കോർഡ് ചെയ്തിട്ടുള്ളതെന്ന് ഓഡിറ്റിങ്ങിൻ്റെ സഹായത്തോടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതൊരു പ്രൊഫഷണൽ ഓഡിറ്റ് ഉണ്ടാവാനുള്ള അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റിന് സഹായിക്കുന്ന ഒരു റീസണാണ് കമ്പ്യൂട്ടർ അക്കൗണ്ടിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതുപോലെ തന്നെ ഓഡിറ്റിംഗ് പ്രാക്ടീസസ് ഉണ്ട്. ഓഡിറ്റിംഗ് പ്രാക്ടീസസിൽ പറയുന്നത്, ഇൻ അഡീഷൻ ടു ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ്, ICAI has issued a statement on basic principles of governing audit. Okay, so it aims at achieving the object of rendering high quality audit. Okay, so ICAI, they issued basic principle to governing the audit for rising the quality of audit. ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ് ബോർഡ് എന്ത് ചെയ്തിട്ടുണ്ട്, കുറച്ച് കാര്യങ്ങൾ അതിനെ ഗവേൺ ചെയ്യാനുള്ള കുറച്ച് പ്രിൻസിപ്പിൾസും റെഗുലേഷൻസും കൊണ്ടുവന്നിട്ടുണ്ട്. അത് നമ്മുടെ ഓഡിറ്റ് ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ, അവിടെയും പറയുന്നത് എന്താണ്, നമുക്കറിയാം സെബി നിലവിൽ വന്നത് ഏത് വർഷമാണ്, 1992. It came to existence. In the same year, the objectives of SEBI is to protect the interest of the investors in securities and regulate the activities of the security market, and it is thus enhances the responsibility of auditor. നമുക്കറിയാം സെബിൻ്റെ മെയിൻ ലക്ഷ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യലാണ്, അല്ലേ. അപ്പോൾ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യുമ്പോൾ അവിടെ ആ സെക്യൂരിറ്റി ആയിട്ട് മാർക്കറ്റ് റെഗുലേറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, ദ എൻഹാൻസ് റെസ്പോൺസിബിലിറ്റി ഓഡിറ്റർ. ആ ബുക്സ് ഓഫ് അക്കൗണ്ട് കാര്യങ്ങൾ കറക്റ്റാണോ അല്ലേ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അവിടുത്തെ ആളുകൾ ഉണ്ടാക്കിയിട്ടുണ്ടാവും, അത് കറക്റ്റാണോ ഉള്ളത് അറിയാൻ വേണ്ടിയിട്ട് പുറത്തുനിന്ന് ഒരു ഓഡിറ്ററെ കൊണ്ടുവന്ന് ചെക്ക് ചെയ്യേണ്ടതുണ്ട്. നമ്മുടെ സെബിയുടെ ഭാഗമായിട്ട്, സെബിയുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻ്റെ ഭാഗത്തായിട്ട് ഒരു ഓഡിറ്റർ അപ്പോയിൻറ്റ് ചെയ്തിട്ട് അവിടുത്തെ ബുക്സ് ഓഫ് അക്കൗണ്ട് ഓഡിറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതൊരു റീസണാണ് ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള, സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള. പിന്നെ ഉള്ളതാണ് പോയിൻ്റാണ് കോർപ്പറേറ്റ് ഗവേണൻസ്. അപ്പോൾ എന്താ കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, കോർപ്പറേറ്റ് ഗവേണൻസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് സിംപ്ലി മീൻസ് ഇറ്റ് ഈസ് എ സിസ്റ്റം ബൈ വിച്ച് കമ്പനീസ് ആൻഡ് ഡയറക്റ്റഡ് ആൻഡ് കൺട്രോൾഡ്, അല്ലേ. കോർപ്പറേറ്റ് ഗവേണൻസ് എങ്ങനെയാണ് ഒരു കമ്പനി ഡയറക്റ്റ് ചെയ്യുന്നത്, കൺട്രോൾ ചെയ്യുന്നതൊക്കെയാണ് നമ്മളെന്ത് പറയുന്നത്, കോർപ്പറേറ്റ് ഗവേണൻസ് പറയുന്നത്, അല്ലേ. സോ ഇറ്റ് പ്രൊവൈഡ് ട്രാൻസ്പെറൻസി ആൻഡ് അക്കൗണ്ടബിലിറ്റി ഇൻ ദ മാനേജ്മെൻറ്റ് സിസ്റ്റം ടു അഷ്യൂർസ് ദാറ്റ് ദ ബോർഡ് ഓഫ് മാനേജ്മെൻറ്റ് ആൻഡ് ദ ഓഡിറ്റർ ആർ ദ അക്കൗണ്ടബിൾ ടു ഷെയർ ഹോൾഡേഴ്സ്, അല്ലേ. നമ്മുടെ കമ്പനീസ് കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഷെയർ ഹോൾഡേഴ്സിനോടും ഒരു എങ്ങനെയാണോ അവരെ ട്രീറ്റ് ചെയ്യേണ്ടത്, അപ്പോൾ അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് വേണം, അവിടെ നല്ലൊരു ഓഡിറ്റിംഗ് വേണം. സോ ദ സിസ്റ്റം ചെക്സ് ദ ബാലൻസ് ബിറ്റ്വീൻ ദ കീ പ്ലേയേഴ്സ്, ദ ബോർഡ് ഓഫ് മാനേജ്മെൻറ്റ് ആൻഡ് ഓഡിറ്റേഴ്സ്. ഓക്കെ, പിന്നെ ഉള്ളതാണ് എമർജിങ് ഓഫ് മൾട്ടിനാഷണൽ കമ്പനീസ്. Emergence of multinational companies the emergence of multinational companies which authorize the same auditing firm to audit their company's account worldwide. Okay, so lead the demand for high quality audit is across the borders. നമുക്കൊരു മൾട്ടിനാഷണൽ കമ്പനീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നിലധികം കൺട്രീസിൽ ബിസിനസ് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ, കമ്പനീസ് നടത്തുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ മൾട്ടിനാഷണൽ കമ്പനീസ് എന്ന് പറയുന്നത്. അപ്പം വിവിധ രാജ്യങ്ങളിൽ നടത്തുമ്പോൾ അവിടെ ആയിട്ട് അവിടെ വേറെ പുതിയ നിയമങ്ങൾ ഓരോ രാജ്യത്തിനനുസരിച്ചായിരിക്കും, അല്ലേ. അപ്പോൾ അവിടെ കൂടുതൽ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കാര്യങ്ങളൊക്കെ നോക്കിയിരിക്കും. അപ്പോൾ അതിന് വേണ്ടി നല്ല ഓഡിറ്റിംഗ് സിസ്റ്റം വേണ്ടി വരും എന്നാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, സോ ദ സെയിം ഓഡിറ്റിംഗ് ഫേം ടു ഓഡിറ്റ് ദെയർ കമ്പനീസ് അക്കൗണ്ട് ഇൻ എ വേൾഡ് വൈഡ് ആൻഡ് ദാറ്റ് ലീഡ് ടു എ ഡിമാൻഡ് ഫോർ ഹൈ ക്വാളിറ്റി ഓഡിറ്റ് അക്രോസ് ദി ബോർഡർ. ഓക്കെ, ദെൻ റിമൂവൽ റെസ്ട്രിക്ഷൻസ് ഓഫ് ടേക്കിംഗ് അപ്പ് ഓഡിറ്റ് വർക്ക് US. അതുപോലെ തന്നെ 2006 നമ്മുടെ ICAI ഹാസ് ഡിസൈഡ് ടു റിമൂവൽ ദ റെസ്ട്രിക്ഷൻസ് ഓഫ് പ്രാക്ടീസിങ് ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് ഓഫ് അക്കൗണ്ടിംഗ് ഫേം ടേക്ക് ഓഡിറ്റേഴ്സ് സർട്ടിഫിക്കേഷൻ വർക്ക് US ഈവൻ ദേ ഹാവ് മെമ്പർ ആൻഡ് ദ അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സർട്ടി പബ്ലിക് അക്കൗണ്ടിങ്. ഇവിടെ പറഞ്ഞിട്ടുള്ള കുറച്ച് റെസ്ട്രിക്ഷൻസ് എന്ത് ചെയ്തിട്ടുണ്ട്, റിമൂവൽ ചെയ്തിട്ടുണ്ട്. എന്നതിന് വേണ്ടിയിട്ട് ഓഡിറ്റിങ് സുഖമായിട്ട് നടക്കാൻ വേണ്ടിയിട്ട് കുറച്ച് റെസ്ട്രിക്ഷൻസ് റിമൂവ് ചെയ്തിട്ടുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ റൈറ്റ് ടു ഇൻഫോർമേഷൻ ആക്ട് പറയുന്നത് വിച്ച് പ്രൊട്ടക്ട് ദ റൈറ്റ് ഓഫ് ഷെയർ ഹോൾഡേഴ്സ് ആൻഡ് പബ്ലിക് ഫോർ ഒബ്റ്റൈനിങ് ദ ഇൻഫോർമേഷൻ അബൌട്ട് ദ ഫങ്ഷനിങ് കോർപ്പറേറ്റ് സെക്ടർ ഓഫ് മാനേജ്മെൻറ്റ്.
ഓക്കെ, എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് റൈറ്റ് ഓഫ് ഇൻഫർമേഷൻ ആക്ട് എന്നതോടെ ബിസിനസ്സിലാണ് നടക്കുന്നത്. അതുപോലെ ഷെയർ ഹോൾഡേഴ്സിന് അറിയാനുള്ള റൈറ്റും കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് വരും. അപ്പോൾ അവിടെ എന്തെങ്കിലും മിസ്റ്റേക്ക് വരുത്തിയിട്ടുണ്ടോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് എന്ത് വേണം, നല്ലൊരു ഓഡിറ്റിംഗ് ഉണ്ടെങ്കിൽ അത് ഹെൽപ്പ് ചെയ്യും. അങ്ങനെ അതൊരു എന്തായിട്ടുണ്ട്, ഓഡിറ്റിങ്ങിൻ്റെ വളർച്ചയ്ക്ക് അത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ന്യൂ കമ്പനീസ് ആക്ട് 2013 അതും എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ഡെവലപ്മെൻറ്റ് ഓഫ് ഓഡിറ്റിങ്ങിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ ദ കമ്പനീസ് ആക്ട് 2013 ഈസ് മെയ്ഡ് കമ്പൾസറി ഫോർ ദ അപ്പോയിൻമെൻറ്റ് ഓഫ് ഇൻറ്റേർണൽ ഓഡിറ്റർ ഹൂ ഷോൾഡ് എയ്തർ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് ഓർ എ കോസ്റ്റ് അക്കൗണ്ടൻറ്റ്. അല്ലേ, കമ്പനീസ് ആക്ട് പ്രകാരം എല്ലാ കമ്പനികളും മസ്റ്റായിട്ട് എന്ത് വേണം, ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻറ്റിനെ അല്ലെങ്കിൽ ഒരു കോസ്റ്റ് അക്കൗണ്ടൻറ്റിനെ എന്ത് ചെയ്യും, ഒരു പ്രൊഫഷണലായിട്ട് അവിടുത്തെ ബുക്സ് ഓഫ് അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ അല്ലെങ്കിൽ നോക്കാൻ വേണ്ടിയിട്ട് വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോയിൻറ്റ് ചെയ്യണം എന്നുള്ള ഒരു നിയമം വന്നതോട് കൂട്ടിയിട്ട് എല്ലാ കമ്പനീസ് എന്ത് ചെയ്യേണ്ടി വരും, ഓഡിറ്റർ അപ്പോയിൻറ്റ് ചെയ്യേണ്ടി വരും. അപ്പം അതും നമ്മുടെ ഓഡിറ്റിങ്ങിൻ്റെ ഡെവലപ്മെൻറ്റിനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, സോ ലെറ്റ് മീ കൺക്ലൂഡ് ടുഡേ സെക്ഷൻ. Thank you.